കോഴിക്കോട് UDFന്റെ പ്രതിഷേധ പ്രകടനം അത് ശക്തമാവുകയാണ്. വലിയ അക്രമാസക്തമായ രീതിയിലൊക്കെയാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. അത്ര സമാധാനപരമായിട്ടല്ല കാര്യങ്ങൾ. കമ്മീഷൻ ഓഫീസിലേക്കാണ് ഈ പ്രതിഷേധ പ്രകടനം കടന്നു പോകുന്നത്. പേരാമ്പ്രയിൽ ഉണ്ടായിട്ടുള്ള സംഘർഷത്തിന്റെ ബാക്കി പത്രമാണ് ജില്ലയിലുടനീളം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടി സിദ്ദിഖ് MLA നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ പ്രകടനത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. ഇംതിയാസ് കരീമുണ്ട്. ഇംതിയാസ്, കമ്മീഷൻ ഓഫീസിലേക്ക് അടുത്തെത്താനായിട്ടുള്ള സമാധാനപരമായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ടോ? പോലീസിന് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരല്പ ദൂരം കൂടെ അക്ഷയ പിന്നിടേണ്ടിയിരിക്കുന്നു കമ്മീഷൻ ഓഫീസിലേക്ക് എത്താൻ. വളരെ പ്രകോപനപരമായ രീതിയിൽ തന്നെയാണ് പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. വഴിയിൽ കാണുന്ന LDFന്റെ വികസന മുന്നേറ്റ ജാഥയുടെ അടക്കം ഫ്ലെക്സ് ബോർഡുകൾ പൂർണ്ണമായും നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ റോഡിന്റെ ബൈപ്പാസുകളിലൊക്കെ ജംഗ്ഷനുകളിലൊക്കെ വെച്ചിരിക്കുന്ന ബാരിക്കേഡുകൾ, ഈ സാധനങ്ങളൊക്കെ നശിപ്പിച്ചുകൊണ്ടുമാണ് പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത്. അതിനിടയ്ക്ക് നടു റോഡിൽ വെച്ച് തന്നെ ടി സിദ്ദിഖ് പറഞ്ഞെങ്കിലും പ്രവർത്തകർ പക്ഷേ വലിയ രീതിയിൽ സൃഷ്ടിച്ചുകൊണ്ട് പോലീസുമായി ഏറ്റുമുട്ടിക്കൊണ്ട് വഴിയിലുടനീളമുള്ള ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചുമൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴുള്ള ഫ്ലെക്സ് ബോർഡുകളൊക്കെ കീറുന്നതിന്റെ തത്സമയം ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 200-ഓളം പ്രവർത്തകർ ഈ റോഡിലേക്ക് പ്രതിഷേധ പ്രകടനവുമായി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. ഷാഫി പറമ്പിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഷാഫിയുടെ കൈക്കും മുഖത്തുമൊക്കെ പരിക്കേറ്റപ്പോൾ ശബരിമലയിലെ കാര്യങ്ങളൊന്നും ഇതുകൊണ്ട് ാവില്ല എന്നായിരുന്നു ഷാഫി പറമ്പിൽ പറഞ്ഞത്. പിന്നാലെ തന്നെ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സംസ്ഥാന വ്യാപകമായിട്ടൊക്കെ കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചതാണ്. എന്നാൽ കോഴിക്കോട്ടെ പ്രതിഷേധം ഒരല്പം വൈകിയെങ്കിലും വളരെ വലിയ രീതിയിൽ വലിയ പ്രകോപനത്തോടു കൂടി തന്നെ പ്രവർത്തകർ ഒന്നടങ്കം തെരുവിലിറങ്ങി, റോഡിലിറങ്ങി എന്നുള്ളതാണ് കാര്യം. മുസ്ലിം ലീഗും കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ ഒന്നിച്ചാണ് ഈ പ്രതിഷേധ പ്രകടനം ഇപ്പോൾ നയിക്കുന്നത്. ടി സിദ്ദിഖ് MLA മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പിൽ തുടങ്ങിയ പ്രശ്നമാണ് അത് ഇത്രത്തോളം വഷളമായത്. സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിലേക്ക് എത്തുന്നത് CKGM കോളേജിൽ, ആ കോളേജിൽ 4 പതിറ്റാണ്ടിന് ശേഷമാണ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ തമ്മിൽ തുടങ്ങിയിട്ടുള്ള സംഘർഷമാണിപ്പോൾ UDFന്റെ നേതൃത്വത്തിൽ പോലീസിനെതിരായിട്ടുള്ള മാർച്ചിലേക്ക് എത്തിയിരിക്കുന്നത്. പോലീസിനെ പറ്റുന്നത്ര പ്രകോപിപ്പിക്കുന്ന തരത്തിലാണ് ഈ പ്രതിഷേധ പ്രകടനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോടുകൂടെ ഇത് കമ്മീഷൻ ഓഫീസിലേക്ക് നടക്കുന്ന ടി സിദ്ദിഖ് MLA നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ പ്രകടനമാണ് നമ്മൾ കാണുന്നത്. ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നാലെയാണ് ജില്ലയിൽ വ്യാപകമായി തന്നെ ഇത്തരത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കാൻ UDF തീരുമാനിച്ചിരിക്കുന്നത്. ഇംതിയാസ് കരീമാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.